മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. 8-ാം വാക്യം വായിക്കുമ്പോൾ അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരനെ സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ നമുക്ക് അതിൻ്റെ പശ്ചാത്തലമെല്ലാം അറിയാം. 5-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു ക്രിസ്തു കഫർന്നഹൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ചു കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. 7-ാം വാക്യം, യേശു അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുക എന്ന് പറഞ്ഞു. 8-ാം വാക്യം, അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയ. അവിടെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഈ ശതാധിപൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് താൻ ആരാണെന്നും യേശു ആരാണെന്നും മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അവൻ ശതാധിപനാണ്, 100 പേർക്ക് അധിപതിയായ ഒരു മനുഷ്യനാണ്, അധികാരത്തിൻ്റെ കീഴിലുള്ളവനാണ്. അവൻ കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അവൻ്റെ കീഴിൽ അധികാരമുള്ളത് കൊണ്ട് അവൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ അനേകരുണ്ട്. അവൻ പോകാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും, വരുവാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അധികാരമുള്ള ഒരു ശതാധിപൻ, അവൻ്റെ വീട്ടിൽ അവൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനപ്പെട്ട് വേദനപ്പെട്ട് കിടക്കുമ്പോൾ ആ വിഷയത്തിന് വേണ്ടി ഒരു പരിഹാരം വരുത്തുവാൻ യേശുവിൻ്റെ അടുക്കൽ വന്ന ഈ ശതാധിപൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവനൊരു കാര്യം പിടികിട്ടി. അവൻ പറയാണ്, യേശുവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. സ്തോത്രം. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമായിരുന്നു. ഈ മനുഷ്യൻ യേശുവിനെ ശ്രദ്ധിച്ചപ്പോഴാണ് യേശു ആരാണെന്നും ഞാൻ ആരാണെന്നുമുള്ള ആ ബോധ്യം അവന് മനസ്സിലായത്. ആ ബോധ്യം വന്നപ്പോൾ അവൻ പറയുകയാണ്, യേശുവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ പ്രൈസ് ദി ലോർഡ് ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. സ്തോത്രം. എൻ്റെ അധികാരം, ഞാൻ ആരാണെന്നും അത് ഈ ദേശത്തിലെ എൻ്റെ പവർ, എൻ്റെ അതോറിറ്റി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അങ്ങേ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ, ഞാൻ ആരാണെന്ന് മനസ്സിലായി. ഞാൻ ആരുമല്ല, അങ്ങയുടെ മുമ്പിൽ ഞാൻ ആരുമല്ല എന്നുള്ള തിരിച്ചറിവാണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി മാറിയത്. സ്തോത്രം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ യേശുവിന്റെ മുൻപിൽ നാം ആരുമല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നോക്കിയേ, യേശുവേ, നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. സ്തോത്രം. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ മനുഷ്യന് ഈ തിരിച്ചറിവ് എങ്ങനെ ഉണ്ടായി? ഇത് എങ്ങനെ സംഭവിച്ചു? അവൻ യേശുവിനെ നോക്കിയപ്പോൾ യേശു ആരാണെന്ന് മനസ്സിലായി, താൻ ആരാണെന്ന് മനസ്സിലായി. ഇന്ന് ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ യോഗ്യനല്ല, ഞാൻ ഇതിന് യോഗ്യനല്ല, ഞാനിത് പ്രാപിപ്പാൻ യോഗ്യനല്ല, ഞാൻ ഇതിന് അർഹനല്ല. കർത്താവേ, എനിക്ക് ഒരു യോഗ്യതയുമില്ല. അങ്ങയുടെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു യോഗ്യതയുമില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാ? നമ്മുടെ യേശു ആരാ? ഈ ശതാധിപൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവനൊരു കാര്യം പിടികിട്ടി, യേശുവിന്റെ മുൻപിൽ ഞാൻ ഒന്നുമില്ല. ജനത്തിന്റെ മുൻപിൽ ഞാൻ ആരൊക്കെയോ ആയിട്ടുണ്ട്, ജനത്തിന്റെ മുൻപിൽ ഞാൻ ഒരു അധികാരിയാണ്, എന്റെ ഭവനത്തിൽ ഞാൻ ഒരു അധികാരിയാണ്, എന്റെ ദേശത്ത് ഞാൻ വലിയവനാണ്. പക്ഷേ യേശുവിന്റെ മുൻപിൽ വന്നപ്പോൾ, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ, യേശുവിനെ ഞാൻ കമ്പയർ ചെയ്തപ്പോൾ, അത് തട്ടിവെച്ച് നോക്കിയപ്പോൾ ഞാനൊന്നുമില്ല. അതുകൊണ്ട് യേശുവേ, നീ എന്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ അയോഗ്യനാണ്. ഹല്ലേലൂയ. ആ ഒരു തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. യേശുവിനെ നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവേ, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല. കർത്താവേ, ഞാനിത് പ്രാപിപ്പാൻ യോഗ്യനല്ല, ഞാനിത് പ്രാപിപ്പാൻ അർഹതയുള്ളവനല്ല, അർഹതയുള്ളവളല്ല. കർത്താവേ, അതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, ഞാൻ കുറയണം, അങ്ങ് വളരണം, അങ്ങ് ഉയരണം. ഞാൻ കുറയണം, ഞാൻ താഴണം, അങ്ങ്
അങ്ങ് വളരണം, ഞാൻ കുറയണം, അങ്ങനെ അവിടുത്തെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ആ യോഹന്നാനുള്ള ആ വെളിപ്പാട് എവിടെ നിന്ന് കിട്ടി? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നാം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്നുവെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ വിഷയത്തിനൊരു പരിഹാരം നീ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിക്കേ. നിന്റെ വിഷയത്തിലുള്ള പരിഹാരം അവിടെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. നിന്റെ രക്ഷയ്ക്കുള്ള കാര്യം അവിടെ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ആരാണെന്ന് നിനക്ക് ബോധ്യമാകണമെങ്കിൽ നീ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നീ ആരാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഈ മനുഷ്യൻ പറയുകയാണ്, കർത്താവേ, എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി കർത്താവേ. ഞാൻ അങ്ങേ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു അയോഗ്യനായ മനുഷ്യനാണ്. അങ്ങയുടെ മുൻപിൽ നിൽക്കുവാൻ പോലും യോഗ്യതയില്ല. എന്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യതയില്ല. ഞാൻ യോഗ്യതയില്ലാത്തവനാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ചില തിരിച്ചറിവ്, ഇങ്ങനെയുള്ള ചില വെളിപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം വളരെ മുൻപോട്ട് സന്തോഷത്തോടെ വിജയകരമായി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയും. ഇനിയൊരു സന്ദർഭത്തിൽ പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയാനായിട്ടിടയായിത്തീർന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ അത് കിടപ്പുണ്ട്. 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അവസാനം യേശു അവനെ നോക്കി. പത്രോസ് അവനെ നോക്കി. 61 വാക്യം വായിച്ചേ. 22-ന്റെ 61. ലൂക്കോസിന്റെ സുവിശേഷം 22-ന്റെ 61 വായിച്ചേ. ഹല്ലേലൂയ. 22-ാം അധ്യായത്തിന്റെ 61-ാമത്തെ വാക്യം. അപ്പോൾ കർത്താവ് പത്രോസ് ഓർത്തു, പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. ഹല്ലേലൂയ. പത്രോസിനെ ഒന്ന് നോക്കി. യേശു പത്രോസിനെ നോക്കി. പത്രോസ് യേശുവിനെയും നോക്കി. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു, എനിക്ക് യേശുവിനെ അറിയുകയില്ല, ഈ മനുഷ്യനെ എനിക്ക് അറിയുകയില്ല. അവൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. അപ്പോൾ യേശു പത്രോസിനെ നോക്കി. പത്രോസ് യേശുവിനെ നോക്കിയപ്പോൾ തൻ്റെ കുറ്റം തെളിഞ്ഞു വന്നു. ഹല്ലേലൂയ. അവൻ അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. തമിഴില് കൈപ്പോടെ കരഞ്ഞു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. തമിഴിൽ എഴുതി കൈപ്പോടെ കരഞ്ഞു. എന്താ കാരണം? യേശുവിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പത്രോസിന് ഒരു കാര്യം പിടികിട്ടി. അയ്യോ, ഞാൻ പാപം ചെയ്തു പോയി. എൻ്റെ യേശുവിനെ ഞാൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ഒരിക്കലും ചെയ്യുവാൻ പാടില്ലാത്തൊരു പാപം. ഹല്ലേലൂയ. അയ്യോ, ഞാൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പത്രോസിന് ഒരു കാര്യം പിടികിട്ടി. അയ്യോ, ഞാൻ പാപം ചെയ്തു, ഞാൻ കുറ്റമുള്ളവനാണ് എന്ന് പറഞ്ഞ് താൻ അതിദുഃഖത്തോടെ പോയി പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരയുവാനായിട്ടിടയായിത്തീർന്നു. ആ കരച്ചിലാണ് പിന്നെയും പത്രോസിനെ ദൈവം എഴുന്നേൽപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നത്. യൂദയ്ക്കും പത്രോസിനും ഉള്ള വ്യത്യാസം എന്നറിയാമോ? ഹല്ലേലൂയ. യൂദ യേശുവിനെ നോക്കിയില്ല, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയില്ല. യൂദ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയിരുന്നെങ്കിൽ ഒരു അവസരത്തിൽ 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുത്തുവാനായിരുന്നു യൂദ. അതേ കാര്യം തന്നെയാണ് പത്രോസ് ചെയ്തത്. ആ ഡിഫറന്റ് മെത്തേഡിലാണ് ഉപയോഗിച്ചത്. പത്രോസ് എന്ത് ചെയ്തു? 3 പ്രാവശ്യം തള്ളി കളഞ്ഞു. യൂദ എന്ത് ചെയ്തു? 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. യൂദ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിരുന്നുവെങ്കിൽ തന്റെ കുറ്റം തനിക്ക് മനസ്സിലാകുമായിരുന്നു. അവൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയില്ല. പക്ഷേ യേശു പത്രോസിനെ നോക്കി, പത്രോസ് യേശുവിനെ നോക്കി. ആ നോട്ടത്തിൽ ഒരു കാര്യം മനസ്സിലായി. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ തന്റെ ജീവിതത്തിലെ കുറവശങ്ങൾ വെളിപ്പെട്ടു വരുവാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നാം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ. നാം നമ്മളെ തന്നെ എങ്ങനെയാണ് ശരിപ്പെടുത്തുന്നത്? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അവരും ഇവരും പറഞ്ഞിട്ടല്ല നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. യേശുവിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാര്യം പിടികിട്ടും. ഹല്ലേലൂയ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാകും, ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണം എന്നുള്ളത്. സക്കായിയെ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഒറ്റ നോട്ടത്തിൽ ഹല്ലേലൂയ തന്റെ ജീവിതം ആകമാനം മാറുവാനായിട്ടിടയായി തീർന്നു. ഈ ശതാധിപൻ ഒന്ന് ശ്രദ്ധിച്ച് അവന് മനസ്സിലായി, എനിക്ക് യേശുവിന്റെ മുൻപിൽ നിൽക്കുവാൻ ഒരു യോഗ്യതയുമില്ല എന്ന്. യോഹന്നാന് കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവൻ പറയുകയാണ്, ഞാനോ കുറയണം, അങ്ങ്
വളരണമെന്ന് പറയുന്നു. ഇവിടെ ഹല്ലേലൂയ, പത്രോസ് യേശുവിനെ നോക്കിയപ്പോൾ യേശുവിന്റെ ഭാവം വെളിപ്പെട്ടു വരുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവശങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകും. നാം എങ്ങനെയാണ് മുന്നേറേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീരും. യേശുവിനെ നാം ശ്രദ്ധിച്ചു നോക്കുവാൻ തയ്യാറാകും. ഇവിടെ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വളരെ ശക്തമായ ഒരു ചെറിയ ദൂത് നമ്മോട് വിളിച്ചു പറയുകയാണ്, യേശുവിനെ ശ്രദ്ധിക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതം വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. നിങ്ങൾ ആ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. അവിടെ പൗലോസ് വീണ്ടും ആ കാര്യം ഓർപ്പിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. 2-ാം വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ, യേശുവിനെ നോക്കുക. അങ്ങനെ യേശുവിനെ നോക്കുമ്പോൾ 1-ാം വാക്യത്തിന്റെ അവസാനം, ഓട്ടത്തെ സ്ഥിരതയോടെ ഓടുവാനായിട്ട് കഴിയും. നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ സ്ഥിരതയോടെ ഓടുവാനായിട്ട് കഴിയും. യേശുവിനെയാണ് നാം നോക്കേണ്ടത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന കർത്താവ്, ആരംഭിക്കുന്നവനും അവസാനിപ്പിക്കുന്നവനുമായ ആ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുന്നുവെങ്കിൽ ഈ ലോകത്തിലെ ഓട്ടം നമുക്ക് സുഗമമായി ഓടുവാനായിട്ട് കഴിയും. നമ്മുടെ ശ്രദ്ധ മാറരുത്. ഹല്ലേലൂയ, നമ്മുടെ ചിന്ത മാറരുത്. നാം യേശുവിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പല വിഷയങ്ങൾക്കും പരിഹാരം യേശുവിൽ നിന്ന് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. മനുഷ്യനെ അല്ല നാം നോക്കേണ്ടത്, മനുഷ്യനെ അല്ല നാം ആശ്രയിക്കേണ്ടത്. യേശുവിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. യേശുവിനെ ശ്രദ്ധിക്കുവാൻ നാം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായും അവിടുന്ന് ചില പോക്കുവഴികൾ നമുക്ക് വേണ്ടി ഒരുക്കി തരും. ഹല്ലേലൂയ. മനുഷ്യന്റെ വാക്കുകൾ കേട്ട് മനുഷ്യന്റെ ഇംഗിതത്തിനനുസരിച്ച് നാം പോകുമ്പോൾ നമുക്കെല്ലാം തടസ്സങ്ങളായിരിക്കും. ஆனால் ഇന്ന് നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്നുവെങ്കിൽ അവിടുന്ന് തിരുവായ്മൊഴി നമുക്ക് വേണ്ടി അരുളി ചെയ്തു പറയും, വഴി ഇതിലേ പോയിക്കൊള്ളുക എന്ന്. അത് നമുക്ക് അവൻ ആലോചന പറഞ്ഞു തരും. അവിടത്തേക്ക് നാം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു, നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നോട്ടം അല്പം മാറിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് തിരിച്ചു വരുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിനെ നോക്കാതെ മറ്റ് എവിടെയും നോക്കിയിട്ട് ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. ദാവീദ് പറയുന്നുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അത് ഈ തന്റെ ജീവിതത്തിൽ അത് മനസ്സിലാക്കിയ ദാവീദ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ വിജയിച്ചു വന്നതിൻ്റെ രഹസ്യം ഞാൻ അവങ്കിലേക്ക്, എൻ്റെ ദൈവത്തിലേക്ക് നോക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷേകം തന്റെ തലമേൽ വീണ ആ നിമിഷം മുതൽ സ്വസ്ഥതയോടെ ഇരിക്കുവാൻ ദാവീദിന് കഴിഞ്ഞിട്ടില്ല. ആ സിംഹാസനത്തിലേക്ക് കയറുന്നത് വരെ തന്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത അനുഭവിക്കുവാൻ ദാവീദിന് കഴിഞ്ഞിട്ടില്ല. മനുഷ്യനെ പേടിച്ച്, ശൗലിനെ പേടിച്ച്, മക്കളെ പേടിച്ച്, കുടുംബത്തെ പേടിച്ച്, അറിയ ഓരോ ദേശം വിട്ട് ഗുഹകളിൽ ചെന്ന് പാർത്ത് കാടിൽ അഭയം പ്രാപിച്ച ദാവീദ് ഒരു കാര്യം മാത്രം ചെയ്തു, അവൻ യഹോവയിലേക്ക് നോക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. തന്റെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പ്രതിസന്ധിയുടെ മധ്യത്തിൽ യഹോവയെ നോക്കാൻ അവൻ തയ്യാറായപ്പോൾ വചനം വിളിച്ചു പറയുന്നു, യഹോവയിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകുമില്ല. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പാൻ ആഗ്രഹിക്കുന്നു. നീ കർത്താവിനെ നോക്കുന്നുവെങ്കിൽ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. നീ ശ്രദ്ധയോടെ കർത്താവിനെ നോക്കുന്നുവെങ്കിൽ ഒരിക്കലും നീ ലജ്ജിച്ചു പോകുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കുകയില്ല. മനുഷ്യനെ നീ നോക്കിയാൽ നീ ലജ്ജിച്ചു പോകും. പക്ഷേ ഇന്ന് നീ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുന്നുവെങ്കിൽ
ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ മുഖവും പ്രകാശിക്കും. ഞാൻ ലജ്ജിച്ചു പോകുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കില്ല. പ്രാർത്ഥിക്കാൻ നമുക്ക് കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടച്ച് ഹല്ലേലൂയ. ആ ദൈവത്തിങ്കിലേക്ക് നോക്കിക്കേ. കഴിഞ്ഞ ദിവസം നിന്റെ ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടോ? നിന്റെ നോട്ടം മാറിപ്പോയിട്ടുണ്ടോ? മറ്റു പല വിഷയങ്ങളിലേക്ക് നീ ശ്രദ്ധിക്കാനായിട്ട് ഇടയായി തീർന്നോ? മനുഷ്യന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നോ? മനുഷ്യന്റെ പ്രവൃത്തികളിലേക്ക് ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നോ? അങ്ങനെയാണെങ്കിൽ നിന്റെ വിശ്വാസം കുറഞ്ഞു പോകും. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, യേശുവിലേക്ക് നോക്കുക. ദാവീദ് പറഞ്ഞതുപോലെ അവങ്കിലേക്ക് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിന്റെ മുഖം പ്രകാശിക്കും. അങ്ങനെയാണെങ്കിൽ നീ ലജ്ജിച്ചു പോകുവാൻ എന്റെ കർത്താവ് സമ്മതിക്കുകയില്ല. നീ കുലുങ്ങി പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. നീ വീണു പോകുവാൻ